എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഡിസൈനർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് പീസ് മടക്കിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പൺ, ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് വരുന്നത്. യോക്കിൻ്റെ ഇറക്കം 14 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, അതായത് 13 ഇഞ്ചാണ് വേണ്ടത്. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 14 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് ഇറക്കവും 2.25 ഇഞ്ചാണ്. ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു 5 ഇഞ്ചിൽ താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇടുക. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ ഒരു ലൈനും കൂടി ഇടുക. ഇത് ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ചാണ്. ആം ഹോൾ 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇതുപോലെ വരച്ചെടുക്കുക. ചെസ്റ്റ് 9.5 ഇഞ്ചാണ്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ ഷേപ്പ് വന്നിട്ട് 8 ഇഞ്ചാണ്. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. അതേപോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ കഴുത്ത് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് ബാക്ക് ഒരേ വലിപ്പമാണ്. ഇനി ഇതിൻ്റെ ബാക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ 1 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡു ആകൃതിയിൽ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബോട്ടം വന്നിട്ട് അതിൻ്റെ ഇറക്കം, ആകെ ഇറക്കം 43 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തും പോവും. യോക്ക് വന്നിട്ട് 13 ഇഞ്ചാണ്. അപ്പോൾ ഈ 13 ഇഞ്ച് ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടെ 44 ഇഞ്ച് ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഗാദറിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിടുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പിടുക. ഇതിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 10.5 ഇഞ്ച് ഇടാം. ഇങ്ങോട്ട് 3 ഇഞ്ച് കൊടുക്കുക. ആം ഹോൾ 8 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്പ് മാർക്ക് ചെയ്യുക. അതേപോലെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇതൊന്നും ഒരു 1/2 ഇഞ്ചാണ് കമ്മിയാക്കി കൊടുക്കുന്നത്, കാരണം ഇവിടെ ഒരു നാട വരുന്നുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. കുഴിച്ച് വെട്ടാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ സ്ലീവ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു പീസ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ മടക്കി അടിക്കാനുള്ളതും ഈ നാടി ഇടാനുള്ളതും കൂടെ ഈ തുണിയിൽ തന്നെ വരും. ഇനി ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് മടക്കുക. മടക്കിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഒരു തയ്യലിടുക. അതിനുശേഷം ഈ പീസിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇത് കൂടെ ഒരു തയ്യലും കൂടി ഇടുക. അപ്പോൾ ഇതേപോലെ 2 പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് തുണി കുറവായതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചാൽ മതി. ഒരു 1/2 ഇഞ്ചിൽ ഇത് കൂടെ ഒരു തയ്യലിടുക. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ മടക്കിയിട്ട് ഇത് കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടും. ഇത് കൂടെ ഇങ്ങനെ 2 നാട വെച്ചിട്ട് ഇതിങ്ങനെ ചുരുക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ, എന്നിട്ട് ഇവിടെ ഈ സിംഗിൾ പീസിൽ ഇതേപോലെ ഒരു ഹോൾ കട്ട് ചെയ്യുക. അതിനുശേഷം ബട്ടൺ ഹോൾ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ബട്ടൺ ഹോൾ പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നാട എടുത്തിട്ട് ഈ പിന്ന് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കൂടെ ഇടുക. ശേഷം ഈ നാട
ഇവിടെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് നാടയിടുക. എന്നിട്ട് ഇത് നമ്മളിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിങ്ങനെ ചുരുക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കെട്ടിടാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതുപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് റെഡിയാക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സെൻറ്ററും 1 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കി വരും, ഇവിടെയും വരും. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് ഗ്യാപ്പ് വരും. ഇതിലേക്ക് ഇതേപോലെ ഒരു നാട അടിച്ചുണ്ടാക്കുക. അതുവരെ 1 സെൻറ്റിമീറ്റർ വീതി വയ്ക്കുക, ഒരു 3 ഇഞ്ച് നീളം വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ എക്സ് ടൈപ്പിലാണ് ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. അത് ആദ്യം നമുക്കിവിടെ സെൻറ്ററിൽ കൊടുക്കുക ഒരെണ്ണം. ഇതിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. അതായത് ഇതിൻ്റെ അകലം കറക്റ്റായിരിക്കണം. അതിൻ്റെ സെൻറ്റർ ഇവിടെ വരണം. രണ്ട് സൈഡിലേക്ക് ഒരുപോലെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതേപോലെ ഇത് നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഈ ഷേപ്പ് വരും. അപ്പോൾ അതുപോലെ ഇവിടെയും വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടുക. അതിനുശേഷം ഇവിടെ ഈ യോക്കിൻ്റെ മോൾ വശത്തേക്ക് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇവിടെ അതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഈ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടുക. ഇവിടെ അതിങ്ങനെ വെച്ചിട്ട് ഒരു തയ്യലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു സിബ് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മളിത് സിബ് ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സെൻറ്ററിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കൊടുക്കാം. ഇതിനൊരു മേലടി അടിക്കുക. സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരല്പം ഈ പീസ് കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിനുള്ള തയ്യത്തുമ്പോൾ ഇവിടെ കിട്ടും. ഇനി ഇതിങ്ങനെ അടിച്ചെടുക്കാം. അതിനുശേഷം ഈ പീസും അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ തയ്ക്കുക. അത് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഈ തയ്യലിൻ്റെ ഈ സിബ് കവർ ചെയ്യുന്ന മാതിരി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കാം. ഇതേപോലെ ഈ സിബ് കവറിങ് ആയി വരും. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ കഴുത്ത് അടിക്കുക. കഴുത്ത് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. ഇതിൻ്റെ എൻഡിലൊരു 1/2 ഇഞ്ച് മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇവിടെ ഈ ബെൻഡുള്ള ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇത് കൂടെ ഒരു 1/4 ഇഞ്ചിലൊരു തയ്യലിടുക. അപ്പോൾ ഇതേപോലെ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബോട്ടം വന്നിട്ട് നമുക്ക് ഈ പീസിൽ ഗാദറിംഗ് ആണ് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ലോങ് തയ്യൽ ഇടുക ഇവിടെ. എന്നിട്ട് ഇതിൽ ഈ ലോങ് തയ്യലിൽ ഒരു നൂലിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ചുരുക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തുണിയുള്ളതിനനുസരിച്ച് ഗാദറിംഗ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ സൈഡിലും അടിക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് അടിക്കുക, പിന്നെ അടി ബോട്ടം അടിക്കുക, അത്രേ ഉള്ളൂ. വീഡിയോ ഒരുപാട് ലോങ് ആവുന്നത് കൊണ്ട് നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് അല്പം ഓപ്പൺ വരും. ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ തയ്യെത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വിട്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.